ബർത്ത്ഡേക്കാരാണ്. എറുന്റെ ആക്ക് എന്റെ അണ്ണനെ അയ്യമ്മ അയ്യോ ആരാ? എന്റെ അച്ഛൻ. ആ, അച്ഛന്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഏത് ഉണ്ടാക്കണം? എന്ത് സാധന? കാർ. അപ്പൊ എല്ലാരും എല്ലാ അയ്യന്റെ അഭിപര്യ അതുകൊണ്ട് ഏതോ കാർ നിൽക്കും അയ്യൂനെന്റെ. ഏതോന് പിങ്കും ഏതോന് ബബിളും പിന്നെ അമ്മക്ക് ഗ്രീന് കേക്ക് വേണം. പിന്നെ പച്ച വേണം. എല്ലാം സിസർ വേണം, ടീച്ചർ വേണം, നോർമൽ പേപ്പർ വേണം. നോർമൽ പേപ്പർ. ഹായ് വരയ്ക്ക് വരയ്ക്ക്. നേരെ തന്നെ തന്നെ വരയ്ക്ക്, തന്നെ വരയ്ക്ക്. പിടിക്ക് പിടിക്ക്, ഞാൻ പിടിക്കാം. വരയ്ക്ക്, നോക്കി വരയ്ക്ക്. എഴുത് അവിടെ. എ പി. അല്ല ചെറുതല്ല വലുത്, അത്ര തന്നെ. ഇനി ഐ എഴുതിക്കേ. ഐ ചേർത്ത് എഴുതട്ടോ. ബി ഐ. ആർ. ആറ് ഇതിങ്ങനെ സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുക, കർവ് വരയ്ക്കുക, അതിങ്ങനെ ഒരു വര വരയ്ക്കുക. ആ, വെരി ഗുഡ്. ടി. എച്ച്. ഡി. എ. മീശ വരച്ചോ? മുടിയോ? പക്ഷെ മുടി ഇതല്ലേ അമ്മ? മുടി ഏതാ? ആണോ? കഴിഞ്ഞോ? അയ്യനെ വരച്ചു കഴിഞ്ഞോ? ഇനി ആരെയാ വരയ്ക്കണേ? ഇനി വേണമെങ്കിൽ ഒരു ഫ്ലവർ വരച്ചോ ഇവിടെ. എന്നാ അമ്മേനെ ഇതുവരെ വരയ്ക്കും. ഇതുപോലെ ചെറുതാക്കി വരയ്ക്കണം കേട്ടോ. ഒരുപാട് വലുതാക്കി വരച്ച സ്ഥലം ഉണ്ടാവില്ല കേട്ടോ. ഇതുവിന്റെ മുഖം കുഞ്ഞ്. ശരി, കയ്യ്. ഇതിന്റെ കാല്. കൊള്ളാം, സൂപ്പറാട്ടോ. ഇനി ആരെയാ വരയ്ക്കണേ? അമ്മേനെ. ശരി, വരച്ചു. അമ്മേനെ മുടിയാത്തമ്മ. ശരി, അമ്മേനെ മുടി ഇങ്ങനെ കെട്ടി വെച്ചേക്കോ അല്ലേ? ശരി. അമ്മയുടെ കണ്ണൊക്കെ. കണ്ണ് കണ്ടു. വലുതായിപ്പോയോ? കുഞ്ഞിതായിപ്പോയോ? ശരി. നമ്മുടെ കയ്യ്. ഇനി ഇത് നമ്മുടെ കാല്. സാരില്ല, തെറ്റിപ്പോയോ? ഫാമിലി ആയോ? സൂപ്പർ ഫാമിലി ആണല്ലോ, കൊള്ളാട്ടോ. വെരി ഗുഡ്, സൂപ്പർ. ഇനി ഫ്ലവർ വരയ്ക്കണ്ടേ? ഇതിന് ഫ്ലവർ വരയ്ക്കും. അവിടെ കാട്ട് വരയ്ക്കുന്നത് ഇതുപോലെ. സൂപ്പർ, കൊള്ളാട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്. ഇനി ഐ ലവ് യു എന്ന് എഴുതണ്ടേ? ഐ ലവ് യു എന്ന് എഴുതണ്ടേ? ഐ ലവ് യു ഡാഡ് വേണ്ടേ? ഇവിടെ എഴുതിക്കോട്ടോ. തട്ടെ, എഴുതി കാണിക്കട്ടെ. ഐ എഴുത്. ലൈൻ വരച്ചു തന്നോ? നിനക്ക് ലൈൻ വരച്ചു തന്നോ? ലൈൻ വരച്ചു തരാം. ലൈൻ വേണ്ടേ? എന്നാൽ ശരി, വേണ്ട. ഇനി LOVE. ഇവിടെ എഴുത്. LOVE എന്ന്. L O V. അടുത്തടുത്ത് എഴുത്. E.
യു യു വൈ ഒ യു. അമ്മ പക്ഷേ വൈ എഴുതറിയില്ലേ? വൈ എഴുതണയ്യമ്മ. എന്നാ ഇവിടെ എഴുത് വൈ ഒ യു. ഓ എഴുതോ? ഓ യോ ഇനുമോ ആ യു എഴുത് യു. യു അവിടെ സ്ഥലമില്ലല്ലോ. ഓ ഇച്ചിരി കുഞ്ഞാക്കട്ടെ, മാച്ചളയട്ടെ. മോളി വച്ചല്ലമ്മ. മുകളിൽ എഴുതി ലവ് യു ഡാഡ് എഴുത്. പക്ഷെ അല്ലോ ഡി എഴുതിയില്ല. ഐ ലവ് യു ആയോളൂ. ഡി ഇവിടെ 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 താഴെ താഴെ അത് ഇവിടെ നടുക്ക് ഇവിടെ താഴെ. ഐ ലവ് യു ഡി ഡി എ. മടുത്തില്ല, നമുക്ക് ഫ്ലവർ ഒക്കെ ഉണ്ടാക്കണ്ടേ. ഡി എ എ എ എ ഡിയുടെ അപ്പം എഴുത്. ഡിയുടെ അടുത്ത് എ എഴുത്. ആ ഡി. അത് സാരില്ല. ഡി എ ഡി. ഡി എഴുത്. ഇവിടെ ഡാഡ് ആവുള്ളൂ. ഡി എ ഡി എന്ന് വെച്ചാൽ ആരാ? ഡാഡ്. കൊള്ളാം, സൂപ്പർ. ഇനി എതുവാന്ന് എഴുതണ്ടേ? എന്നല്ലേ എതു കൊടുത്താവുള്ളൂ. എതു കൊടുത്താവണ്ടേ? എന്നാൽ കാർഡൊന്ന് കാണിച്ചേ. ഇനി ബാക്കി ഫ്ലവർ ഒക്കെ ഉണ്ടാക്കണ്ടേ? ഇനി പടം വരയ്ക്കണ്ടേ? ഇനി കളർ ചെയ്യണ്ടേ? നേരെ പിടിക്കേ. ആ അയ്യൻ്റെ കയ്യിൽ. അന്ന് അയ്യൻ്റെ കയ്യിൽ കുഞ്ഞ് ഫ്ലവർ വരയ്ക്ക്. വലിയ ഫ്ലവർ അല്ല കേട്ടോ, കുഞ്ഞ് ഫ്ലവർ. ആ സൺഫ്ലവർ എങ്കിൽ സൺഫ്ലവർ. സൂപ്പർ, വെരി ഗുഡ്. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ആ കൊടുക്കാട്ടോ. ഇനി എന്താ ഗം. ഗം ഗം എന്ന് വെച്ചാൽ എന്താ? പച്ച. പച്ച പൊട്ടിക്കാനുള്ള പച്ച. തുറക്കാറായില്ലോ മാ. അതെന്താ തുറക്കാറായില്ല. ഇത് വെട്ടി കട്ട് ചെയ്ത് ഒട്ടിക്കാൻ നേരത്തെ തുറക്കാൻ പറ്റുള്ളൂ. എന്നാ ഒട്ടിച്ചോ. ആ പശ വെച്ചോടത്ത് ഇത് ഒട്ടിക്ക്. ആ സാരില്ല, അടപ്പ് സാരില്ല. എന്നാ ഇതിനകത്ത് തേക്ക് പശ. ഗമ്മിനകത്ത് തേക്ക്. ഇവിടെ ഇവിടെ എവിടെ തേക്ക്. ജസ്റ്റ് തേക്ക്. ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഇടാനേ പാടുള്ളൂ കേട്ടോ. അവിടെയല്ല, ഇതിനകത്ത് കാണിക്കേ. ബട്ടർഫ്ലൈനെ കാണിക്കേ. ബട്ടർഫ്ലൈയിൽ ഒട്ടിക്കാൻ പോണേ. ആ പിടിക്കേ. ഇവിടെ ഇങ്ങനെ നാലെടുത്ത് കൈ ഒട്ടി പിടിക്കാൻ പാടില്ല. എന്നിട്ട് ഇങ്ങനെ ഒട്ടിക്കണം. ഇപ്പം എന്തായി? ബട്ടർഫ്ലൈ ആയി. അടുത്തതിൽ ഇത് തന്നെ ചെയ്യേ. എല്ലാം മൊത്തം തേക്കരുത് കേട്ടോ. ജസ്റ്റ് 4 ഡ്രോപ്സ് വയ്ക്കാം. ആ ഒത്തിരി വേണ്ട. മതി. അയ്യോ എന്തോരാ. ആ പിടിക്ക്. ബട്ടർഫ്ലൈനെ പിടിക്കടാ. ബട്ടർഫ്ലൈ പിടിക്കല്ലേ, ബട്ടർഫ്ലൈ പോവും. പിടിക്കേ. ആ ഇനി ഒട്ടിക്കണം കേട്ടോ. ആ പിടിച്ചിവിടെ ഒട്ടിക്കേ. ഒട്ടിയോ? സൂപ്പറായോ? കളയാതെ കളർ ചെയ്യണം കേട്ടോ. അപ്പോഴേ സൂപ്പറാവുള്ളൂ കേട്ടോ. ആ സന്തോഷാവും. ആ വൈറ്റ് കാണാതെ ഫിനിഷ് ചെയ്യണം. കുത്തി വരയ്ക്കരുത്. കുത്തി വരച്ചാൽ പുറത്ത് പോകും. പെൻസിലുകൊണ്ട് അതിൻ്റെ പുറത്തോടെ എഴുതുട്ടോ. സൂപ്പർ എഴുതും. എല്ലാവരും കണ്ടു ഏതും എഴുതണേ. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഓ ഇറ്റ്സ് ഓക്കെ, വെൽക്കം. ഏതാ യൂട്യൂബർ? മോൻ്റെ പേരെന്താന്ന് പറ. ആ വെരി ഗുഡ്. വീട്ടിൽ വിളിക്കണ എന്താ?
കൊള്ളാട്ടോ, സൂപ്പറാട്ടോ. താങ്ക് യു ഇനി ബാക്കി വരയ്ക്കണ്ടേ, ഫ്ലവറൊക്കെ ഉണ്ടാക്കണ്ടേ? അതിൻ്റെ പുറത്തോടെ തന്നെ എഴുതട്ടോ. ആ എച്ച്. ആ ആ ഏതൊന്നും ഇഷ്ടമുള്ള കളർ വെച്ച് ഈ ബ്ലൂ ഫ്ലവർ ഏതാ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ആ എന്നാ പിങ്ക് കളർ ഫ്ലവർ വരയ്ക്കേ. ആ എന്നാ പിങ്കും ബ്ലൂവും വരയ്ക്കേ. ബ്ലൂ വിട്ടൊരു കളിയില്ലല്ലോ ഇതുവേ. ഒന്നുമില്ലേ. അത് കളർ ചെയ്യണ്ട, നമുക്കിനി ഫ്ലവർ വെട്ടാം. ഓ കളർ ചെയ്യണോ? എന്നാ കളർ ചെയ്യ. ഇന്നത്തേക്ക് തീരുമോ? അത് സ്കിൻ കളറ്. പുറത്ത് കളയാതെ വരയ്ക്കണം കേട്ടോ. ആ കണ്ണിലൊന്നും പോകാൻ പാടില്ല, പുറത്ത് കളയാൻ പാടില്ല. ആ വായിലോട്ടൊന്നും പോകാൻ പാടില്ല. അപ്പൊ അമ്മേനെ കാണാൻ കൊള്ളില്ലേ? സൂപ്പറാണോ? ആ ഇപ്പൊ ഫാമിലി ആയി. ഇനി എന്താ വേണ്ടേ? ഇനി ഫ്ലവർ വെട്ടാം. ആ പേപ്പറൊക്കെ ഉണ്ട്, നമുക്ക് ഫ്ലവർ വെട്ടാം. ആ ഒന്ന് ഫ്ലവറും മറ്റേ ഗ്രീൻ ഫ്ലവറിന്റെ ലീഫും. ഓക്കെ. ബട്ടർഫ്ലൈ ഒട്ടിച്ചു. ഇനി നമുക്ക് ഫ്ലവർ അല്ലേ വേണ്ടേ? പട്ടിയുടെയും പൂച്ചേനെയൊക്കെ എങ്ങനെയാ കാർഡിൽ വെക്കുക? നമുക്ക് ഫ്ലവർ കാർഡിൽ വെക്കാം. ഫ്ലവർ അല്ലേ കാർഡിൽ വെക്കുക? പട്ടീനെയും പൂച്ചേനെന്ന് വെട്ടാൻ എനിക്ക് അറിയില്ല. അതുകൊണ്ട് കൈ മുറിയെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. ഒന്നും ചെയ്യില്ലല്ലോ. ഇച്ചിരി ഗമ്മ വെക്കാം കേട്ടോ. ആ മതി. എന്നാ ഇത് വെക്കാം. എന്നിട്ട് അടുത്ത പ്രാവശ്യം നമുക്ക് വലിയ ഫ്ലവർ വെട്ടാം കേട്ടോ. അത് ഭയങ്കര കുഞ്ഞായി പോയില്ലേ. രാവിലെ അതിന്റെ ബർത്ത്ഡേ ആണോ? കഴിഞ്ഞില്ല, ഫ്ലവർ വെട്ടി കഴിഞ്ഞില്ലല്ലോ. അടുത്ത ഫ്ലവർ വെട്ടട്ടെ. ആ മതി. ഇനി ആ പേപ്പറിലൊരു ഡ്രോപ്പ് വയ്ക്കേ. പേപ്പറിലൊരു ഡ്രോപ്പ് വയ്ക്കേ. ആ ഇനി ഇതെടുത്ത് വെക്കാം അതിൻ്റെ ഉള്ളിലേക്ക്. ആ വലിയ ഫ്ലവർ ഉണ്ടാക്കിയതല്ലേ, കുഞ്ഞായിരുന്നു. ആ ഓക്കെ ആയോ? ഇനി ഒരു ഫ്ലവർ കൂടെ ആണോ? ആ മറ പച്ച കൊണ്ട് ഫ്ലവർ അല്ല, പച്ച കൊണ്ട് ലീഫാ. ഒട്ടിക്ക്. ഓരോ ലീഫ് എടുത്ത് ഒട്ടിക്ക്. ആ പശ ഓരോ ഡ്രോപ്പ് വെച്ചിട്ട് ഒട്ടിക്ക്. ഇത് എവിടെയൊക്കെ ഒട്ടിക്ക്. ആ ചെറുതായിട്ട് മതി. ഒട്ടിക്ക്. ചിരുടി തേച്ചോ പശ? ചിരുടി അവിടെയല്ല പശ തേക്കണ്ട, ഇത് ഇവിടെ തേച്ച. ഇവിടെ ഇവിടെ ഇവിടെ. ആ മതി. എന്നാ ഇതുപോലെ എടുത്തൊട്ടിക്ക്. എടുത്തൊട്ടിക്ക്. ആ ഇത് പശ തേച്ചിട്ട് ഒട്ടിക്ക്. ആ മതി. ഓരോ ലീഫ് എടുത്ത് ഒട്ടിക്ക്. ഒരു ലീഫ് ഓരോടുത്ത് ഒട്ടിക്ക്. ഒത്തിരി പശ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മുഴുവൻ ആ പേപ്പർ നനഞ്ഞു പോകും കേട്ടോ. ആ അത് ഒത്തിരി പശയായി. സാരമില്ല, ആർക്ക് സാരമില്ല. എനിക്കെന്ത് സാരം? നീ കണ്ടോ പശ ഒത്തിരി പശയായി. മറിക്കേ. ആ എന്നാൽ പശ തേക്ക്. അവിടെ ഒരു ഡ്രോപ്പ് ജസ്റ്റ് ഒരു ഡ്രോപ്പ് വയ്ക്കാവുള്ളൂ കേട്ടോ.
കണ്ടോ രണ്ട് സൈഡ് പിടിക്കുക. ഏത് ചുബനാണോ കണ്ടോ എല്ലാവരും ലൈക്ക് ചെയ്യുന്നു.